മാത്തമാറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിലെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സെറ്റിലെ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻസ് എന്ന പോർഷനിലെ പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണേ, നമുക്ക് തുടങ്ങാം. അപ്പൊ സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കീമിനും അതേപോലെ ബോർഡ് എക്സാമിനും വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ബേസിക് കോൺസെപ്റ്റ്സ് ആണ്, നമ്മുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടുന്ന കോൺസെപ്റ്റ്സ് എല്ലാം ഉള്ള ഒരു ചാപ്റ്റർ ആണ് വിത്ത് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിലെ സെറ്റ്സ് എന്താണ്? സെറ്റ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ആണ്, അല്ലെ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ സെറ്റ്സിലെ പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ്, ഒന്ന് യൂണിയൻ ഓഫ് ദ സെറ്റ്സും രണ്ട് ഇന്റർസെക്ഷൻ ഓഫ് ദ സെറ്റ്സും. യൂണിയൻ ഓഫ് ദ സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് ദ സെറ്റ്സ്. നമുക്ക് അതിലേക്ക് പോയാലോ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിയൻ ഓഫ് ദ സെറ്റ്സ്. എന്താണ് യൂണിയൻ? രണ്ട് സെറ്റുകളുടെ യൂണിയൻ. ഇതെന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്, അല്ലെ? നമ്പേഴ്സിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓപ്പറേഷൻസ് ആണുള്ളത്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതല്ലേ നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ്. അതേപോലെ സെറ്റിലും നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് പഠിക്കാനുള്ളത് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ യൂണിയൻ. യൂണിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിയൻ യു പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ അതിന്റെ യൂണിയൻ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആയിരിക്കും. ഓക്കെ, എ യൂണിയൻ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതും എന്ത് തന്നെ ആയിരിക്കും? ഒരു സെറ്റ് തന്നെ ആയിരിക്കും. എ ഒരു സെറ്റാണ്, ബി ഒരു സെറ്റാണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് വേറൊരു സെറ്റാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് എ യൂണിയൻ ബിയുടെ മീനിങ്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എ എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ആണല്ലോ, ബി എന്ന് പറയുന്നതും ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ആണ്. അപ്പൊ എയിലെയും ബിയിലെയും എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റ സെറ്റിലാക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? എ യൂണിയൻ ബി ആയിട്ട് മാറുന്നത്. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സിന്റെ കളക്ഷനും കാണും, ബി എന്ന് പറയുന്ന ബിയിലെ എലമെന്റ്സിന്റെ കളക്ഷനും കാണും. സോ എങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം? സെറ്റ് ബിൽറ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ വരുന്ന എലമെന്റ്സ് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ്. എനി വേരിയബിൾ, യു ക്യാൻ ടേക്ക് എനി വേരിയബിൾ. അപ്പൊ ഏത് വേരിയബിൾ എടുത്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ആയിട്ട് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ്. ആ എക്സിന്റെ പ്രത്യേകത എന്താ? ഒന്നി ആ എക്സ് എയിലുള്ളതായിരിക്കണം, എക്സ് എലമെന്റ് ഓഫ് എ, അല്ലെങ്കിൽ എക്സ് എവിടെ ആയിരിക്കണം? ബിയിലായിരിക്കണം. അപ്പൊ ഒന്നി എക്സ് എയിലായിരിക്കണം അല്ലെങ്കിൽ ബിയിലായിരിക്കണം. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്കിനി അതിന്റെ വെൻ ഡയഗ്രം ഒന്ന് നോക്കിയാലോ? വെൻ ഡയഗ്രം നോക്കിക്കേ. എ എന്ന് പറഞ്ഞ സെറ്റ്, ബി എന്ന് പറഞ്ഞ സെറ്റ്. എയിലെ എലമെന്റ്സും വേണം, ബിയിലെ എലമെന്റ്സും വേണം. അപ്പൊ ആ പിങ്ക് കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എ യൂണിയൻ. ഇവിടം വരെ ഉണ്ട്, ആ സർക്കിളിൽ ഫുള്ള് വരുവേ. ഇവിടം വരെ വരുന്ന പോർഷൻ ആണ് നമ്മുടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതായത് പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് എ യൂണിയൻ ബി. ആ മൊത്തം റീജിയൻ ആണ് നമ്മുടെ എ യൂണിയൻ ബി. അതായത് എയിലെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഏതാണ്? എയിലെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം, അപ്പൊ കുറച്ച് ക്ലിയർ ആവും. ഞാൻ എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു, 1 2 3, 3 എലമെന്റ്സ് ഉള്ള സെറ്റ്. ബിയിലുള്ള സെറ്റ് എടുക്കുന്നു, 2 3 4. അതും എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി അല്ലെ? എ യൂണിയൻ ബി അല്ലേ കണ്ടുപിടിക്കണ്ടേ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലെയും ബിയിലെയും എലമെന്റ്സ്. അപ്പൊ എയിലെ ഫസ്റ്റ് എലമെന്റ് ഏതാ? 1. അത് നമുക്ക് 1 എഴുതാം. ബിയിലെ 1 ഉണ്ടോ? ബിയിൽ 1 ഇല്ല, അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ എയിൽ എലമെന്റ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ എയിൽ എലമെന്റ്സ് എല്ലാം എഴുതി. ഇനി ബിയിൽ എലമെന്റ്സ് നോക്കിയേ, 2. ഈ 2 തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സെറ്റിനകത്ത് നമ്പർ എന്ത് ചെയ്യത്തില്ല? റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പൊ 2 എഴുതണ്ട, 3 എഴുതണ്ട, പിന്നെ ആരേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ നമ്മൾ എഴുതാത്തതുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇതിൽ എലമെന്റ്സ് ഒന്നി എയിലുള്ളതായിരിക്കും അല്ലെങ്കിൽ ബിയിലുള്ളതായിരിക്കും, അല്ലെ? അപ്പൊ 1 എയിലുണ്ട്, 2 എയിലും ബിയിലും ഉണ്ട്, 3 എയിലുണ്ട്, ബിയിലുണ്ട്, 4 ബിയിൽ മാത്രമുണ്ട്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. ഒന്നി അത് എയിൽ കാണും അല്ലെങ്കിൽ എവിടെ കാണും? ബിയിൽ കാണും. എങ്ങനെയായാലും കുറഞ്ഞത് ഏതെങ്കിലും ഒരു സെറ്റില് ഈ എ യൂണിയൻ ബി എലമെന്റ്സ് കാണും. അതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്. ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ദിസ് വൺ. ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇത്.
ഇനി എന്താണ് എ ഇന്റർസെക്ഷൻ ബി? അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ബി എന്ന് പറയുന്ന ഒരു സെറ്റാണ്. എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് എഴുതുന്ന സെറ്റിനെയാണ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു സെറ്റാണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഒരു സെറ്റാണ്, വെൽ ഡിഫൈൻഡ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എയിലെ എലമെന്റിലെയും ബിയിലെ എലമെന്റിലും കോമൺ ആയിട്ട്, അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളെ എഴുതുന്ന സെറ്റാണ് എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി. യൂണിയനിൽ എങ്ങനെയായിരുന്നു? എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി ആയിരുന്നു. ഇവിടെ എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി. ക്ലിയർ ആണല്ലോ? നമുക്ക് വെൻ ഡയഗ്രം നോക്കാം. എ ബി കണ്ടോ, രണ്ട് സെറ്റ്. അവിടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലെയും ബിയിലെയും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാ? എന്താ ഈ റീജിയൻ അല്ലേ? ഈ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എ ഇന്റർസെക്ഷൻ ബി വെൻ ഡയഗ്രം യൂസ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം? പല സൊല്യൂഷനും കണ്ടെത്താനായിട്ട് കഴിയും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് യൂണിയനും ഇന്റർസെക്ഷനും. ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, നേരത്തെ അതേ സെറ്റ് തന്നെ, എ ബി. ക്ലിയർ ആണല്ലോ? ഇന്റർസെക്ഷൻ പറയാമല്ലോ. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? അതെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. എയില് 1 ഉണ്ട്, പക്ഷെ ബിയിൽ 1 ഉണ്ടോ? ഇല്ല, അപ്പൊ അത് കോമൺ അല്ല. എയില് 2 ഉണ്ട്, ബിയിൽ 2 ഉണ്ട്, കോമൺ അല്ലേ? രണ്ടുപേരിലും ഉണ്ട്. ഇനി അടുത്ത എലമെന്റ് 3 ഉണ്ടോ? എയിലുണ്ട്, ബിയിലുണ്ട്. സോ 3 ഈസ് ഓൾസോ കോമൺ. 4 എന്ന് പറയുന്നത് ബിയിൽ മാത്രമേ ഉള്ളൂ, അപ്പൊ അത് കോമൺ അല്ല. അപ്പൊ എന്തൊക്കെ എഴുതാം? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് 2ഉം 3ഉം. അത് എവിടെ വരും? എ ഇന്റർസെക്ഷൻ ബിയിൽ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ യൂണിയനിലും ഇന്റർസെക്ഷനിലെ നമ്പർ ഓഫ് എലമെന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇക്വേഷൻ ക്ലിയർ ആണല്ലോ? പ്രോബ്ലം ചെയ്യാം, പോവാം. നോക്കിക്കേ. ഇൻ എ ഫ്ലൈറ്റ് 50 people speak Hindi, 20 people speak English, and 10 speak both English and Hindi. The number of people who speak at least one of the two languages is. കീമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? അർത്ഥം മനസ്സിലായോ? ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നവരുണ്ട്, ഹിന്ദി സ്പീക്ക് ചെയ്യുന്നവരുണ്ട്. അവരുടെ രണ്ടുപേരുടെയും നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുന്നവരുടെ എണ്ണവും തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ലാംഗ്വേജസ്. ആ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറിയാവുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ആ രണ്ട്, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ ഒരു സെറ്റും ഹിന്ദിയുടെ ഒരു സെറ്റും എടുത്തു കഴിഞ്ഞാൽ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാവുന്ന സെറ്റ് അല്ലേ? എന്ന് പറയുമ്പോൾ അത് എന്താണ്? യൂണിയൻ അല്ലേ? അതെ. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന നമുക്ക് ഇവിടെ ഈവൻസിനെ നമുക്ക് എച്ച് എന്ന് പറയുന്നത് പീപ്പിൾ സ്പീക്കിംഗ് ഹിന്ദി. അതേപോലെ ഇ എന്ന് പറയുന്നത് പീപ്പിൾ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. സോ നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഹിന്ദിയെ എൻ ഓഫ് എച്ച് എന്നും നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്കിംഗ് ഇംഗ്ലീഷിനെ എൻ ഓഫ് ഇ എന്നും റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? എൻ ഓഫ് എച്ച് യൂണിയൻ ഇ അല്ലേ? എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ നമ്മുടെ ഇക്വേഷൻ? എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ശരിയല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ക്ലിയർ? സോ വാട്ട് ഈസ് എൻ ഓഫ് എച്ച്? എൻ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദി സ്പീക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പൊ എൻ ഓഫ് എച്ച് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എൻ ഓഫ് 50 പീപ്പിൾ സ്പീക്ക് ഹിന്ദി എന്നല്ലേ? സോ ഇറ്റ് ഈസ് 50. ഇനി വാട്ട് ഈസ് എൻ ഓഫ് ഇ? എൻ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? 20. ഇനി 10 സ്പീക്ക് ബോത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ലാംഗ്വേജും സംസാരിക്കുന്നവരെ എങ്ങനെ എഴുതാം? എച്ച് ഇന്റർസെക്ഷൻ ഇ. ബോത്ത് ഉദ്ദേശിക്കുന്ന എപ്പോഴും എന്തായിരിക്കും? ഇന്റർസെക്ഷൻ ആയിരിക്കും. ഓക്കെ. സോ എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ. ഇതെല്ലാം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് 50 പ്ലസ് 20 minus 10. Clear alle? So what is 50 plus 20? That is 70. 70 minus 10. So what is 70 minus 10? That is 60. Clear? So എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ അല്ലേ? ഇപ്പൊ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ച് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഇ എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തു. അതുപോലെ മനസ്സിലാക്കിയും പഠിക്കണം. ഓക്കെ. സോ ഇതിന്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇന്റർസെക്ഷനെയും യൂണിയനിലെയും നമ്പർ ഓഫ് എലമെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്.
ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.